ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസ്കി. അപ്പോൾ നമ്മുടെ മാമലക്കണ്ടം കൊയിനിപ്പാറ റൂട്ട് കയറി ഇറങ്ങിയൊക്കെ വന്നതിൻ്റെയും കുത്തി മറിഞ്ഞതിൻ്റെയും ചെളിക്കാത്ത കിടന്ന് ഉരുണ്ട് പറഞ്ഞതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പോണ സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് മുനിപ്പാറ എന്ന് പറയും. ഇവിടെ പണ്ട് മുനിമാറ തപസ് ചെയ്തിരുന്ന കൂട്ടൊരു പാറയും സംഭവങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ മേളിൽ. പക്ഷെ അതൊരു അന്യായ വ്യൂ പോയിന്റിലാട്ടോ. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് ചെളി കണ്ടപ്പോഴേക്കും എന്താ പറഞ്ഞാൽ, ഈ ചെളി കണ്ട പോത്തും കുട്ടന്മാരൊക്കെ പോയി ചെളി കുത്തി മറിയില്ല എന്ന് പറഞ്ഞ പോലെ നമുക്കും ഒരു ആഗ്രഹം തോന്നി. പോയി പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീപ്പിന് ചെറിയൊരു പണി കിട്ടിയിട്ടാണ്. ലീവ് സെറ്റൊക്കെ പറഞ്ഞു പോയി. അതെല്ലാം കണ്ടായിരുന്നല്ലോ, നേരത്തെ സംഭവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇറക്കില്ല, ബാക്കി എല്ലാവരും എൻ്റെ കയറി അർമാദിച്ചു. അത് കണ്ടിട്ട് എനിക്ക് വിഷമമുണ്ടായി, എനിക്ക് ഇറക്കാൻ പറ്റില്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ പോട്ടെ എന്നും പറഞ്ഞ് അതൊക്കെ എന്തായാലും നമ്മൾ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി അവിടെ നിന്ന് കുറച്ചുള്ളൂ. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്ന മലയാട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറണം. അവിടെ ഒരുപാട് ട്രിപ്പുകാർ ഈ ഫാമിലിനെയും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാമലക്കണ്ടം വന്നു കഴിഞ്ഞാൽ മുനിപ്പാറ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിൻ്റാണ്. ഒത്തിരി പറയാൻ പാകത്തിൽ വലിയ ഓഫ് റോഡൊന്നും പറയാനില്ല. അങ്ങോട്ടേക്ക് സാധാ സിമ്പിൾ റോഡ് തന്നെയാണ്. പക്ഷേ എന്നാലും പാറയെക്കൂടെയുള്ള ഡ്രൈവാട്ടോ. എന്നായാലും അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് എനിക്ക് ക്ലൈമറ്റും ഈ ഒരു സെറ്റപ്പും കൂടെ വന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയധികം താല്പര്യം എനിക്ക് തോന്നുന്നത്. ഒരുപാട് ട്രിപ്പ് ജീപ്പുകാർ വരുന്നുണ്ട്. അതുകൂടെ ഒരുപാട് എന്താ പറഞ്ഞാൽ ഓഫ് റോഡ് ജീപ്പുമായിട്ട് വണ്ടിയായിട്ട് ആൾക്കാർ ഒരുപാട് വരുന്ന സ്ഥലവും കൂടെ കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുനിപ്പാറയും അതുപോലെ കൊയിനിപ്പാറയും ഈ രണ്ട് സ്ഥലത്തും ഓഫ് റോഡ് ട്രിപ്പ് എടുത്ത് ധൈര്യമായിട്ട് പോകുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മളും അങ്ങനെ കയറി വരും കേട്ടോ. ഓരോ വണ്ടിയും കടന്ന് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയാണ് മുമ്പിൽ പോകണത്. ചെറിയൊരു പണി കിട്ടിയത് കൊണ്ടാണ്, എന്താകുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പറിച്ച് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, പോയി മേളിൽ പോയി നോക്കട്ടെ. മേളിൽ പോയിട്ട് മുനിപ്പാറയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ എടുത്തോണ്ട് അടിപൊളി സിംഗളം എല്ലാം വരുന്നുണ്ട്. ഗണേഷ് കേട്ട് മടുക്കും. ജയലും ടീമൊക്കെ വരുന്നുണ്ട്. വെള്ളമൊഴുകി പാറയുടെ ഡിസൈൻ വരെ മാറി കേട്ടോ. അത് പണ്ട് ലാവ പൊട്ടി ഒഴുകിയതാണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിക്കാർ വന്നൊരു ഏരിയ ആട്ടോ ഇത്. നല്ല പൊളിയാണ്, ഒന്നും പറയാനില്ല. മുനിപ്പാറ എന്ന് പറയും. നമ്മുടെ മാമലക്കണ്ടത്തുനിന്ന് മുനിപ്പാറ, ഈ മല മുനിപ്പാറയും ആ മല കൊയിനിപ്പാറ അത് തന്നെ. ഇപ്പോൾ യാസിനിപ്പിയൊക്കെ താഴെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കാൻ പോണേ കേട്ടോ, ഒന്ന് കഴുകാനായിട്ട്. ഇവിടെ താഴെ വലിയ കൊക്കയാണ്, അങ്ങോട്ടേക്ക് വഴിയില്ല കേട്ടോ കൊക്കയിലേക്ക് പോയി. ഈ മുനിപ്പാറ എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാട്ടോ. പണ്ട് ഇത് തന്നെ. പട്ടിയാണോ നീ കുറുക്കനാണോ ഒന്ന് വേണ്ടിയിട്ട് കിടക്കടാവേ. അതിൻ്റെ അകത്ത് എന്തോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മുനിപ്പാറ. ഇതുകൊണ്ടാണ് ഇതിനെ മുനിപ്പാറ എന്ന് പറഞ്ഞത്. ഇതാണ് മുനി പണ്ട് തപസ് ചെയ്തിരുന്ന സ്ഥലം എന്നാണ് പറയണത്. അപ്പോൾ ഇതുകൂട്ട് മുനിപ്പാറകൾ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ഏരിയനെ മുനിപ്പാറ എന്നുള്ള ടോട്ടൽ പേരിലിടുന്നു. പോയി കാല് കഴുകിയിട്ട് വരാം. അല്ല, താഴെ പോയി വണ്ടി കഴുകാം. ഇഷ്ടംപോലെ ട്രിപ്പ് ജീപ്പുകാർ വന്നാട്ടോ ഇവിടെ. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്തു. നമ്മുടെ ഡ്രോൺ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഡ്രോൺ എടുത്തിട്ട് വന്നമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ നമുക്ക് കിട്ടിയേനേട്ടോ. പോട്ടെ പോട്ടെ, ഗ്ലാസും താത്തിയില്ലെങ്കിലും കുഴപ്പമില്ല.
നല്ലപോലെ വെള്ളം. എൻ്റെ വണ്ടിക്ക് സൗണ്ടില്ല. പയ്യെ ലെഫ്റ്റ്. പിന്നെ അല്ല, ഇതൊക്കെ എന്ത് ഇവിടെ എവിടെയും വഴിയാ. നിങ്ങളാ നിക്കണത് ഇപ്പൊ തന്നെ അങ്ങ് നോക്കൂ. ഇഷ്ടമുള്ള വഴിക്ക് ഇറക്കിക്കോ, നേരെ ചാടിച്ചോ. അങ്ങനെ തന്നെ വെക്കോ, കേറി പൊക്കോളൂ. ഓ, അവിടെ ഒരു ചെരുവുണ്ട് കേട്ടോ യാസീനെ. ആ ചെരുവിൽ ഒരു ആന്തരി വരുമെന്ന് എനിക്ക് തോന്നണേ. ഓരോ വണ്ടിയായിട്ടും ആ കുഴിയിൽ കൂടെ ഇറങ്ങി കയറുക എന്നുള്ളതാണ് ഒരു ചെറിയൊരു ഇത്. ടാസ്ക് ആയിട്ടൊന്നും ഇല്ല, പക്ഷെ കുഴിയാണ് നല്ല ടാസ്ക് ഉണ്ടാകുമെന്ന് ഓർത്തെങ്കിലും വണ്ടികൾ ഇറങ്ങിയിട്ട് അത്ര വലിയ ഭീകരതയൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ വളരെ സിമ്പിളായിട്ടാണ് കയറിയത്. റുബിക്കോണൊക്കെ പോയിട്ട് അറിയണ പോലുമില്ല. എന്തായാലും അതിൻ്റെ ആക്ഷൻ കണ്ടോ, അടിപൊളിയല്ലേ. അത് ചെന്ന് കയറി നോക്കി ഒന്ന് അറിയുക പോലും ചെയ്യണം. പുല്ല് പോലും അറിയാനുള്ളതെന്നാണ് അതിൻ്റെ മേളിൽ കൂടെ ഇത് കയറി പോണത്. നോക്കി എന്ത് സ്മൂത്തായിട്ടാണ് പോണേ നോക്ക്. ഉഫ്, ഇവിടെ താർ റോക്സൊക്കെ ഇതുപോലെ കയറുമെന്ന് നോക്കണമല്ലോ. എന്നായാലും അതുമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. ആരെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി തരുമായിരുന്നെങ്കിലും കൊള്ളാം. എന്നായാലും അങ്ങനെ അടുത്ത നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഊഴമായിട്ടോ. അത് അത്രയും കൂടി അറിയില്ലായിരിക്കും. അല്ലോ, അങ്ങനെ പോയി കൂടെ ഇറങ്ങട്ടോ. ചെടിയായ
അയ്യോ ഞാൻ വയ്യാതെ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കല്ല് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്കി തരാൻ പറ്റുമോ? ഒരു 5 സെന്റ് വല്ലതും മതി. 5 സെന്റ് അല്ലേ നമുക്ക്? അത് കിടക്കണം അവിടെ മതിയോ? അവിടെയാണ് കുറച്ച് അധികം മരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ ചെറിയ ചെറിയ കുൽസിത പ്രവർത്തികളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങും കേട്ടോ. നേരിട്ട് ടാറിട്ട വഴിയോ ഒന്നും അല്ല, ഇത് കൂട്ടും മണ്ണിട്ട വഴികളും കാട്ടിക്കൂടെയൊക്കെ വേണം കേട്ടോ താഴത്തേക്ക് എത്താനായിട്ട്. പക്ഷെ നല്ല രസമുള്ള സ്ഥലവും നല്ല രസമായിരുന്നു. എന്നാ പറഞ്ഞേ, എനിക്ക് മാമലക്കണ്ടത്തോടൊരു പ്രത്യേക താല്പര്യമുണ്ട്, ഒരു പ്രത്യേക മൈൻഡും ഒരു എന്നാ പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സന്തോഷം. എനിക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ റിലാക്സാണ്, അടിപൊളിയാട്ടോ. നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ പല ട്രിപ്പ് ജീപ്പുകാരും വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. അവരവിടത്തുകാരാണ്, അതുകൊണ്ടാണ് അരി മേടിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്കാർ വരുമ്പോൾ നമ്മൾ മാറ്റി കൊടുത്തേക്കോ, ഒന്നും നോക്കരുതെന്നും വിചാരിക്കുകയും ചെയ്യരുത്. വളരെ കൂളായിട്ട് മാറ്റിക്കോളൂ. കാരണം അവർക്കൊക്കെ അതുപോലെ സഹകരിച്ച് നമ്മൾ നിന്നാൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകുന്തോറും മുന്നോട്ട് വരുന്ന ആളുകൾക്കൊക്കെ നമുക്കിവിടെ വന്ന് കയറി പോയി കാണാനും എല്ലാ അവസരം കിട്ടുള്ളൂ. അതെല്ലാം അവരെ മുഷിപ്പിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കും, പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അവിടെ നിന്നെല്ലാം ടാക്സി വിളിച്ചിട്ട് തന്നെ അവരുടെ ട്രിപ്പ് ജീപ്പിൽ തന്നെ മുകളിലേക്ക് പോയി. അത് എത്ര നാൾ അങ്ങനെ പോകാൻ പറ്റുമെന്നും പറയാമല്ലോ. ഓവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ബ്ലോക്ക് ചെയ്യൽ പരിപാടി കാര്യങ്ങൾ അങ്ങനെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പോയി ഒരുപാട് സ്ഥലങ്ങൾ വളരെ കൂളായിട്ട് കയറി പോയിക്കൊണ്ടിരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഫോറസ്റ്റുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എടാ അത് ചെളി ഇവിടുന്ന് പോയിട്ടുള്ള ചെളിയാ. കൂടുതൽ നാട്ടിൽ മുറ്റിക്കണ്ടല്ലോ. ലൈറ്റ് ഇട. എവിടെയും വഴി ഇളക്കി പറ്റി പോയിട്ടില്ല, പതുക്കെ പോയിട്ടുള്ളൂ. നമ്മളിവിടെ ഈ ഊന്നി പറയുകയാണ്. ആകെ ആ ചെളിയിൽ മാത്രമേ ഒന്ന് ഇറക്കിയിട്ടുള്ളൂ. വണ്ടി കേടൂരാത്ത വഴിയായിരുന്നു, മൊത്തം പുല്ലും കൊണന്ന് 3 മല വരെ തള്ളി വണ്ടി കയറ്റിയത്. എങ്ങനെ കാണാനേ? അങ്ങോട്ട് വരില്ല. അയ്യോ ഇത് കാണണ്ടേ, വേറെ വണ്ടി ഇറക്കിയാ ചെയ്ത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു, തിരിച്ചു പോവുകയാണ്. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും തോട്ടിക്കൂടെ കേട്ടോ, നല്ല കുളിയാണ്, മൊത്തം ആളും പുഴയിലാട്ടോ. ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്, പക്ഷെ ആനയൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മളെന്തായാലും അങ്ങനെ മാമലക്കണ്ടം എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. വലിച്ചു നീട്ടിയെന്ന് എനിക്കറിയാം, എന്നാലും 10-15 മിനിറ്റുള്ള വീഡിയോസാണ്. കൂടുതൽ ഫലപ്രദമായിട്ടുള്ള കാര്യം എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ഒന്നാമത് നമ്മളെല്ലാവരും കാണുമ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ വീഡിയോ ഒന്നും ഇരുന്ന് കാണത്തില്ല. വല്ല സിനിമയൊക്കെയാണെങ്കിൽ കാണും, അതല്ലെങ്കിൽ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇതൊക്കെ ആര് കാണാനാ? അപ്പോൾ എന്നാലും വേണ്ടില്ല, അടുത്ത ദിവസം നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.